ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഞാൻ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇതേപോലെ സപ്പോർട്ട് ചെയ്തതിന്. തുടർച്ച നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ രാവിലെ എണീറ്റു ചായയും റസ്ക്കൊക്കെ കഴിച്ചു. അതിന് ശേഷം ഇപ്പോൾ ഞാൻ മുറ്റടിച്ചാൽ ഇറങ്ങിയതാണ് കേട്ടോ. ഒരുപാട് ഇലകളുണ്ട് കേട്ടോ. ഇന്ന് മഴ പെയ്തിട്ട് മാവിൻ്റെ ഇല മുഴുവൻ മുറ്റത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കാം. മഴ ചാറിയോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദിവസം ഞാൻ ദിലുവിനെ ഏൽപ്പിച്ചിട്ട് ഓടിപ്പോന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ അടിക്കുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ട് മാത്രം ഒന്ന് വൃത്തിയാക്കിയിടാം. പിന്നെ ടൈം കിട്ടുമ്പോൾ നമുക്ക് ബാക്കിലൊക്കെ ആകുമ്പോൾ വൃത്തിയാക്കിയിടാമല്ലോ. അങ്ങനെ ആരും കാണുന്നില്ലല്ലോ. കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ രാവിലെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്. പിന്നെ ഇത് ദോശ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ മസാല ദോശ ഇവിടെ പിള്ളേർക്ക് വീട്ടിലുണ്ടാക്കുന്നത് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അവർക്ക് പുറത്തുനിന്ന് പോയി കഴിക്കാനാണ് ഇഷ്ടം. അതും സുഡാപ്പിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ദിലുവിന് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ദിലു നെയ് റോസ്റ്റാണ് കേട്ടോ അധികം കഴിക്കുക. അപ്പോൾ സുഡാപ്പി എന്ന് പറഞ്ഞ മസാല ദോശ ഉണ്ടാക്കാം. പക്ഷേ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നല്ല മഴയും, കടയിലേക്ക് പറഞ്ഞയക്കാനായിട്ട് പറ്റൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ 4 എണ്ണത്തിലേക്കുള്ളത് എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ അവർ സുഡാപ്പി ഒരെണ്ണമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ദോശ നല്ല മുരിച്ചെടുത്തിട്ട്. അപ്പോൾ ദോശയുടെ മാവെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഞാൻ ദോശയ്ക്ക് ആട്ടി വെച്ച മാവായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മാവുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് കുറച്ചും കൂടി അരിപ്പൊടി അതിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ചു കേട്ടോ. എന്നിട്ട് 11 മണിയൊക്കെ എടുക്കുന്ന സമയമായപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ദോശ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മസാല ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഇപ്പോൾ സാമ്പാർ, ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തതിന് ഉച്ചയ്ക്ക് പപ്പടം മുട്ടയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എന്തായാലും മുഹറമല്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കുറച്ച് ചക്കരച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് ചക്കരച്ചോറൊക്കെ കഴിച്ചിട്ട്, ദിവസമല്ല 2 കൊല്ലം 3 കൊല്ലത്തോളമായിട്ട് ചക്കരച്ചോറൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ പച്ചരി ആ ഒരു കപ്പിൽ 2 കപ്പാണ് എടുത്തത്. അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. പച്ചരി ആയാലും നമ്മൾ കുറച്ചധികം നേരം വെക്കണം. പിന്നെ ഗ്യാസും കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുക്കറിൽ 2 ഒരു 3 വിസിലടിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെറുതെ വെള്ളം മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു ശർക്കര ഞാനിപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 3 അച്ച് ബെല്ലാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഈ ശർക്കര അധികം കറുത്ത ശർക്കര ഒന്നുമല്ല കേട്ടോ. അപ്പോൾ കളറ് കുറച്ച് കുറവുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ വിസിലടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴേക്കും ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തിട്ട് നമുക്കിതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിറച്ചടിയിൽ എന്തെങ്കിലും തരി ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കുക്കറിൽ അടിച്ചെടുത്ത് നല്ലപോലെ തന്നെ അടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ. പച്ചരി ആയ കാരണം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചക്കരച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന കാലത്തുള്ള കുറേ ഓർമ്മകളാണ് കേട്ടോ. മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ. അതായത് നമ്മൾ ആരെങ്കിലുമൊക്കെ അവിടെ ആ സ്ഥലത്ത് പരിസരത്തുള്ള ആരെങ്കിലുമൊക്കെ മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ അധികം നമ്മൾ കഴിച്ചിട്ടുള്ളത് ചക്കരച്ചോറാണ് കേട്ടോ. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ അവർ കൊണ്ടുവന്ന് കൊടുക്കുക. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യും കേട്ടോ. ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് വിശേഷം, എന്താണ് കാര്യങ്ങളെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യും. എന്നിട്ട് പിന്നെ എല്ലാവർക്കും കുഞ്ഞു പ്ലേറ്റിലാക്കിയിട്ട് ഇതേപോലെ ചക്കരച്ചോറാണ് കേട്ടോ കൊണ്ടുതരാം. പ്രത്യേകിച്ച് മഴയൊക്കെയുള്ള സമയത്താവുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ അല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും നിരന്നിരുന്ന് വരാന്തയിലൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ തരാറ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇത്രയും ആൾക്കാർ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭക്ഷണം തരുന്ന ആൾക്കാർക്കും ആയാലും അതെ നല്ല മനസ്സിനൊരു തൃപ്തിയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചക്കരച്ചോറൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടിയും നാളികേരമൊക്കെ കൂടി ഇട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കരയും പിന്നെ ചോറും നാളികേരം ഒക്കെ കൂടി ഒരുമിച്ചൊന്ന്
ആ ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അടിയിൽ പിടിക്കാതെ നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് അതിന് ശേഷം ഞാൻ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കരച്ചോറ് ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇത് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോട് കൂടി കഴിക്കരുത്. ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചൂടാറിയതിൻ്റെ ശേഷം വേണത്തൊന്ന് കഴിക്കാനായിട്ട്. ഇത് റെഡി ആയപ്പോഴേക്കും ഇവിടെ മക്കളൊന്നും ഇല്ല കേട്ടോ. മക്കൾ ട്യൂഷന് പോയേക്കാണ് 2 ആൾ. പാത്തൂസ് 2 ടീസ്പൂൺ എടുത്ത് കഴിച്ചു. ഇപ്പോൾ വേണ്ട കാക്കാളൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 6:30 അപ്പോഴേക്ക് 6:45 ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ അങ്ങനെ നിസ്കാരവും മൂത്തും ദിക്കറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ കഴിക്കുക. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.